അപ്പോൾ എനിക്ക് ആകെ എൻ്റെ എല്ലാ കോൺഫിഡൻസും പോയി. പക്ഷേ എൻ്റെ ഉള്ളിൽ അപ്പോഴും എൻ്റെ ഉള്ളിലിരുന്നൊരു ധൈര്യമുള്ളത് സ്പീക്കിങ്ങും അതുപോലെ തന്നെ. സ്പീക്കിങ്ങിന് വന്ന ഒരാൾ ഒരു എക്സാമിനർ പറഞ്ഞ ഒരു ക്യൂ കാർഡിന് തന്ന എക്സാമിനറിൻ്റെ റോൾ പ്ലേയിലെ ആളുടെ പേര് മേരി എന്നായിരുന്നു. അപ്പോൾ പക്ഷെ ഞാൻ എന്തോ സംഭവിച്ച് ഞാൻ ആ സമയത്ത് പേര് മാറിപ്പോയി. ഫസ്റ്റ് പറഞ്ഞ ക്യൂ കാർഡിലെ പേര് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും സിക്ക് മേളിൽ കയറില്ല, ഒരിക്കലും റെക്കോർഡ് സ്കോർ കിട്ടില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞത്. ഞാൻ മുമ്പ് അത് കേട്ടിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ എനിക്ക് എക്സാം കഴിഞ്ഞപ്പോൾ തുടങ്ങി ടെൻഷനാണ്. പിന്നെ എൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയാം സ്പീക്കിങ്ങും റൈറ്റിങ്ങും പോയാലേ ലാസ്റ്റ് ടൈം കിട്ടിയാണ്, കാരണം ക്ലബിംഗ് സ്കോർ തരും മാതാവ് എനിക്ക്. അങ്ങനെ പറഞ്ഞാണ് ഞാനത് ചെയ്യുന്നത്. അത് കഴിഞ്ഞ ട്യൂസ്ഡേ എൻ്റെ റിസൾട്ട് വന്നു. റിസൾട്ട് വന്ന അന്ന് എൻ്റെ മക്കൾക്ക്, എനിക്ക് 3 കുട്ടികളാണ്, 2 പേർക്ക് എക്സാം ഉണ്ട്. ഞാൻ ആ ഒരു എക്സാമിന് കൊണ്ടുപോയി തിരിച്ച് വന്നപ്പോൾ ലേറ്റ് ആയ കാരണം ഞാനിവിടെ 1:30 ആയപ്പോഴും അച്ഛൻ്റെ ക്ലാസ്സിൽ ഞാൻ ഓൺലൈനിൽ കയറുന്നത്. എൻ്റെ ഇത് കഴിഞ്ഞപ്പോൾ 3:30. അപ്പോൾ പലരും പറഞ്ഞു റിസൾട്ട് വന്നു തുടങ്ങി, 12 മണിക്ക് മെസ്സേജ് വന്നു. പക്ഷേ എനിക്ക് മാത്രം മെയിൽ വന്നിട്ടില്ല. ഞാനിത് കാണുന്നതിൻ്റെ ഇടയിൽ എൻ്റെ മെയിൽ വന്നിട്ടില്ല. 3:30 എൻ്റെ എക്സാം, ഞാൻ 3:30 എൻ്റെ അച്ഛൻ്റെ പ്രെയർ എൻ്റെ ഫോണിൽ കഴിഞ്ഞ വശം എൻ്റെ ഫോണിൽ മെയിലിൻ്റെ ഇതുവരാണ്. മെയിൽ വന്നപ്പോൾ എനിക്ക് തോന്നാണ് എനിക്കൊന്ന് വിശ്വാസ പ്രമാണം ചെല്ലാം എന്ന് തോന്നി. ഞാൻ ഒരു വിശ്വാസ പ്രമാണം ചെല്ലാണ്. ഒരു വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ടിരിക്കില്ല. എൻ്റെ ഉള്ളിലിരുന്ന് പറയാം ഒരെണ്ണമല്ല നീ 3 ചെല്ലാം. അങ്ങനെ ഞാൻ 3ാമത്തെ വിശ്വാസ പ്രമാണം ചെല്ലിത്തീർന്നതും സ്വർഗ്ഗസ്നേഹിതാവിൻ നന്മ പറഞ്ഞ് ചെല്ലിത്തീർന്നതും എൻ്റെ മെയിൽ ഓപ്പണായി. റിസൾട്ട് നോക്കിയപ്പോൾ എനിക്ക് അയർലൻഡ് ക്ലബിംഗ് സ്കോറാണ്. സ്പീക്കിംഗ് മാത്രം 320, ബാക്കി 3നും 350 എബോ ഉണ്ട്. ലിസണിങ് 420 ആണ്. എനിക്ക് ഒരിക്കൽ പോലും അത്രയും സ്കോർ കിട്ടിയിട്ടില്ല. ഈവൻ ഒരു മോക്ക് ടെസ്റ്റിനോ ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴോ പുതിയതായിട്ട് ചെയ്യുന്ന ഒരു മെറ്റീരിയലിനോ ഒരിക്കൽ പോലും എനിക്ക് ആ സ്കോർ കിട്ടിയിട്ടില്ല. അങ്ങനെ അത്രയും നല്ലൊരു സ്കോർ എനിക്ക് കിട്ടി. ഞാൻ ഡെഫിനറ്റായിട്ട് വിശ്വസിക്കുന്നത് ഇത് മാതാവ് തന്ന ഒരിതാണ്. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രിയിലോട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. എനിക്ക് ഇപ്പോൾ അയർലൻഡ് സ്കോറാണ് പ്രസൻറ്റ്. ക്ലബ് ചെയ്താൽ അത് UK-യുടെയും ന്യൂസിലാൻഡിൻ്റെയും സ്കോറാണ് കിട്ടിയിരിക്കുന്നത്. സോ അത് 3 രാജ്യത്തേക്കും പോകാനുള്ള അത്രയും വലിയ അനുഗ്രഹം എനിക്ക് മാതാവ് തന്നിട്ടുണ്ട്. അത് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം.